ബുധനാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും വെട്ടിക്കവല പഞ്ചായത്തിൽ വൻതോതിൽ കൃഷിനാശം. കോട്ടൂർ, ഉളിയനാട് ഈസ്റ്റ് എന്നിവിടങ്ങളിലെ കൃഷികൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. ഏക്കർ കണക്കിന് വസ്തുവിലെ കുടം വന്ന വാഴകളും മരച്ചീനിയും റബ്ബറുകളും മഴയത്ത് പിഴുതു വീണു. കോട്ടൂർ വാർഡിലെ റൂബി വില്ലയിൽ ഗിവർഗീസിന്റെ 800ഓളം ഏത്തവാഴകളും മരച്ചീനിയും പൂർണ്ണമായി നശിച്ചു. ഉദ്ദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 1500 മൂട് വാഴ വെച്ചതിൽ 1000 മൂട് വാഴയും നശിച്ചുപോയി. പിന്നെ കുറേ അധികം മരച്ചീനി ഉണ്ടായിരുന്നു, അത് ഇല്ലാതായി. അത് സാറിന് കാണാം, ഇവിടെ താണ്ട അടിച്ച് നശിപ്പിച്ചിട്ടേക്കുന്നു കാറ്റ്. അതുപോലെ തന്നെ തെങ്ങ്, വാഴ, ഏത്തവാഴ, അതിവിടെ തന്നെയല്ല, മേൽവശത്ത് കുറച്ച് കൃഷി എനിക്കുണ്ട്, അതും നശിച്ചു പോയിരിക്കുക. അത് നമുക്ക് മുകളിലോട്ട് പോയാൽ കാണാതെ. അത് കഴിഞ്ഞ് ഉദ്ദേശം ഒരു 20-30 മൂട് റബ്ബർ ഒടിഞ്ഞ് അത് ഇന്ന് 3 പേരെയും നിർത്തി നാട്ടുകാർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ റോഡ് ക്ലിയറൻസിന് വേണ്ടി അത് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുക. അതായത് സത്യത്തിൽ കൃഷി ചെയ്യുന്നവന് ആക്ച്വലായിട്ട് അതിന്റെ ആനുകൂല്യങ്ങൾ സത്യത്തിൽ കിട്ടുന്നില്ല. കൃഷി ചെയ്യാത്ത ആൾക്കാർക്ക് പലവിധ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. വളമായാലും മറ്റ് പൈസ ആയാലും ഏത് രീതിയിലായാലും അവർക്ക് ആവശ്യം പോലെ പൈസ കിട്ടുന്നുണ്ട്. അത് ചില രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി പലരും അതിൽ കാശുകൾ ഒപ്പിക്കുന്നുണ്ട്. മംഗലത്തെ പണ്ടകശാല വീട്ടിലെ കുഞ്ഞുമോന്റെ കപ്പവാഴകളും മറ്റ് കാർഷിക വിളകളും പൂർണ്ണമായും നശിച്ചു. എനിക്കൊരു 50,000 രൂപ കൂടുതൽ നഷ്ടം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ കൃഷിയും ഇതെല്ലാം വളരെ പ്രയാസപ്പെട്ട് ചെയ്തു വന്ന കാര്യമായത്. ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. എന്തെങ്കിലും വെട്ടിക്കവല പഞ്ചായത്ത് അംഗം MP സജീവ സംഭവസ്ഥലം സന്ദർശിച്ചു. കർഷകർക്ക് വേണ്ട സഹായം സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ധാരാളം പേർ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ ഒരു പ്രദേശമാണിവിടെ. അത് 1, 1.5, 2, 3 ലക്ഷം മുതൽ 4, 5 ലക്ഷം രൂപ വരെ ലോൺ എടുത്തും സ്വന്തം കാശും ബ്ലേഡും എടുത്തുമൊക്കെയായി കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഉണ്ടായത് വൻ ഒരു പ്രകൃതി ദുരന്തത്തെക്കാൾ ഉപരി ഒരു ജീവിത ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിച്ചു നിൽക്കുന്നത്. ഉളിയനാട് ഈസ്റ്റ് വാർഡിൽ ഏകദേശം 50ഓളം കർഷകർക്ക് 1 ലക്ഷത്തോളം രൂപ വീതം നഷ്ടം വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.